ഗവർണറുടെ അധികാര പരിധി വിഷയത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട് ഗവർണർ RN രവിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. സുപ്രീം കോടതി ഒരു വലിയ റഫറൻസ് ആയി തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവർക്കും കൊടുത്തിരിക്കുന്നത്. ഒരു ഗവർണർ എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി RN രവി മാറിക്കഴിഞ്ഞതായി സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു. നിയമപരമായി, അതായത് സാധാരണക്കാരായ വോട്ടർമാരുടെ അധികാരം അത് കൃത്യമായി ഉപയോഗിച്ച് അധികാരത്തിലേക്ക് ഏറുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ആ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പാസാക്കി നിയമസഭയിൽ പാസാക്കിയെടുക്കുന്ന ബില്ലുകളെ നിയമമാക്കാൻ ഗവർണർ ഒപ്പുവെക്കേണ്ടതായുണ്ട്. അത് ഗവർണർ വയ്ക്കുകയും ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് എന്ന് സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, രാഷ്ട്രപതിയുടെ പ്രതിനിധിയായാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഗവർണർമാരെയും ലഫ്റ്റനന്റ് ഗവർണർമാരെയും അയക്കുന്നത്. ഇതിൽ ഗവർണർക്ക് വിവേചന അധികാരമുണ്ട്. അത് ഗവർണർ തോന്നിയപാട് ഉപയോഗിക്കും എന്ന് പറയാൻ കഴിയില്ല. ഗവർണർക്ക് ഇങ്ങനെയുള്ള അധികാരം നൽകിയാൽ അത് തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ കൊഞ്ഞന കുത്തുന്ന രീതിയായിരിക്കും. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണോ വലുത്, അതോ രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണറാണോ വലുത്? നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാരായി ശുപാർശ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പരിപാടി കൊണ്ടുപോകാൻ ഏതെല്ലാം രീതിയിൽ ഒക്കും അതൊക്കെയാണ് കേന്ദ്ര സർക്കാർ റിസർച്ച് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായിക്കൊണ്ട് പറഞ്ഞത് ഗവർണർമാരെ ഒരിക്കലും അത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള അധികാര പരിധി സുപ്രീം കോടതിക്ക് ഇല്ല, രാഷ്ട്രപതിക്കാണ് അതിന്റെ അധികാരം എന്നൊക്കെയാണ് പറഞ്ഞത്. രാഷ്ട്രപതി നേരത്തെ സുപ്രീം കോടതിക്ക് കത്തയച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, 14 ചോദ്യങ്ങൾ അടങ്ങുന്ന കത്ത്. അതിൽ പരമാധികാരത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ ഭരണഘടനയിലെ പൈലറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ വജ്രായുധം, ആ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രപതി ചോദിക്കുന്ന സംശയങ്ങൾ ഇത്തരത്തിൽ പോകുകയാണ്. ഈ 14 ചോദ്യങ്ങൾ, ആ 14 ചോദ്യങ്ങൾക്കുള്ള മറുപടി വള്ളിപുള്ളി തെറ്റാതെ പലിശ സഹിതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി രാഷ്ട്രപതി മുർമുവിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. BJPയുടെയും സംഘപരിവാർ അജണ്ടകളെയും കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പഴയ RSSകാരിയായ രാഷ്ട്രപതിക്ക് നിയമം അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് വരാനാണ് BR ഗവായി പറഞ്ഞിരിക്കുന്നത്.